സർക്കാരിന്റെ കള്ളക്കളി കോടതി വിധിയോടെ പൊളിഞ്ഞുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കുറച്ച് ബാറുകൾ തുറന്നതും കുറച്ച് ബാറുകൾ തുറക്കാത്തതും കള്ളക്കളിയുടെ ഭാഗമാണെന്നും കോടിയേരി. അതേസമയം സർക്കാരിന് ഇതിൽ അഭിമാനിക്കാൻ ഒന്നുമില്ലെന്ന് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. കെ ബാബു ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലായെന്നും പിണറായി പറഞ്ഞു. എന്നാൽ UDF സർക്കാർ നടത്തിയൊരു കള്ളക്കളിയായിരുന്നു. നേരത്തെ കുറെ ബാറുകൾ പൂട്ടിയിടുകയും കുറച്ച് ബാറുകൾ തുറന്നു കൊടുക്കുകയും ചെയ്ത സമീപനം. അതിന്റെ മറവിൽ നടന്ന വമ്പിച്ച അഴിമതി അതാണ് കേരളത്തിലെ ബാർ നയം ദേശീയ തലത്തിൽ പ്രശസ്തമാക്കിയത്. ഇനി മറ്റു തരത്തിലൊരു തീരുമാനമെടുക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് അനുവദിക്കാത്ത വിധത്തിലുള്ള വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഗവൺമെന്റ് ഉദ്ദേശിച്ചത് സുപ്രീം കോടതിയിൽ പോയി ബാർ ഉടമസ്ഥന്മാർ അനുകൂലമായ വിധി വാങ്ങിക്കൊള്ളട്ടെ എന്ന നിലപാടായിരുന്നു കേരള ഗവൺമെന്റ് ഉണ്ടായിരുന്നത്. ആ കള്ളക്കളി പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധിയുടെ പ്രത്യേകത. ഈ വിധി ഇനി കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നുവെന്ന് ഇപ്പം തന്നെ സൂചന വന്നു കഴിഞ്ഞുവെന്നാണ് തോന്നുന്നത്. അത് വിധിയുടെ ഭാഗമായിട്ടല്ല, ഇതിന്റെ പിന്നിൽ നടന്ന അന്തർനാടകങ്ങളുണ്ട്, തിരശ്ശീലയ്ക്ക് പിന്നിൽ നടന്ന കളികളുണ്ട്. അതെല്ലാം സ്വാഭാവികമായും പുറത്തു വരാനാണ് പോകുന്നത്. ബാബു ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലായി കഴിഞ്ഞു. കൂട്ടത്തിൽ ഉള്ളവരെല്ലാം ശരിയായ രീതിയിൽ തുറന്നു കാണിക്കപ്പെടും എന്ന സൂചനകൾ ഈ വിധിക്ക് ശേഷം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ UDF പ്രത്യേകിച്ച് അഭിമാനിക്കാൻ ഒന്നുമില്ല എന്നതാണ് വസ്തുത.